നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു പഴയ ജേർണലിലെ പേജസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജേർണലിലെ പേജസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം ചെയ്തതും ഇപ്പം ചെയ്യണതും എത്ര ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ആദ്യം ചെയ്ത ജേർണലാണ് കേട്ടോ ഇത്. ഗേൾ ടൈപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സ്പ്രെഡാണിത്. ഈ ഒരു സ്പ്രെഡാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലെ ഓരോ പേജസും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുന്നെയാണ് ഞാൻ ഈ ജേർണൽ വാങ്ങിയതും യൂസ് ചെയ്യാൻ തുടങ്ങിയതും. ചില പേജസിലൊക്കെ ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ച് ഒരു മെമ്മറി ജേർണൽ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് പിന്നി വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അതെൻ്റെ ഫാമിലീസിൻ്റെ ഒക്കെ കൂടെയുള്ള ചില ഫോട്ടോസാണ്. പിന്നെ ഈ ഒരു ജേർണൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ഈ ഒരു ജേർണൽ നേരെ ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ഒരു ലോക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സംഖ്യ ആയതോട്ട് തന്നെ, അതായത് ഞാൻ ചെയ്തിട്ട് ഇത് ഭയങ്കരമായിട്ട് പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ ലോക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഈ ഒരു ജേർണൽ ഒരു 7 പേജും കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പൊന്തി നിൽക്കണോട്ട് തന്നെ ബാക്കി വന്ന ആ 7 പേജിൽ ജേർണൽ ചെയ്യാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് അവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. ഇതിൽ ഞാൻ പല സ്റ്റൈലിലുള്ള ജേർണലിങ്ങും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം ചെയ്ത സ്പ്രെഡും പിന്നീട് ഓരോ സ്പ്രെഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു മാറ്റങ്ങളും. ഏതൊരു കാര്യമായാലും നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് അതിങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഞാൻ ആദ്യം തന്നെ ആർട്ട് ജേർണലിംഗ് ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡെയിലി ജേർണലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെയിലി ജേർണൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജേർണൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കണ ആ ഒരു ജേർണൽ ഞാൻ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ആ ടൈമിൽ പറ്റിയില്ല കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ റൈറ്റ് ചെയ്യുന്ന ജേർണലിനെക്കാട്ടിലും ഈ ആർട്ട് ജേർണലിംഗ് ആണ് കേട്ടോ. ഡെയിലി ജേർണൽ നടക്കൂല എന്ന് കണ്ടപ്പോൾ ഞാനൊരു വീക്ക്ലി ജേർണൽ ഉണ്ടാക്കിയിരുന്നു. അതും പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ആ ഒരു ജനുവരിയിലെ ഫസ്റ്റ് വീക്ക് മാത്രം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്കെന്തോ കഴിഞ്ഞില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, റൈറ്റ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു മടിയാണ്. ഈ ഒരു പിങ്ക് കളർ സ്പ്രെഡ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പ്രെഡാണ് കേട്ടോ. എന്തുകൊണ്ടും എനിക്ക് പിങ്ക് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. ഞാൻ ഈ ജേർണലിങ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും പേസ്റ്റൽ ഷെയ്ഡിലുള്ള സപ്ലൈസസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് ഡാർക്ക് ഷെയ്ഡിലുള്ള സപ്ലൈസസ് ഒന്നും വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്യാഷ് ചിലവാക്കി വാങ്ങിയതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നാത്തത് ഈ ജേർണലിംഗ് സപ്ലൈസൊക്കെ വാങ്ങിക്കുമ്പോഴാണ്. എൻ്റെ കയ്യിലിപ്പോൾ 100 രൂപയാണെങ്കിലും ഞാനത് സപ്ലൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെക്കാറ്. പിന്നെ നിങ്ങൾക്ക് ഈ ജേർണലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പ്രെഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചില സ്പ്രെഡൊക്കെ ഞാൻ ജേർണൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണാനുള്ള ആ ഒരു ആകാംക്ഷോട്ട് പെട്ടെന്ന് അങ്ങനെ വെറുതെ ചെയ്തു പോവാറുണ്ട്. അങ്ങനെ ചെയ്യണതൊന്നും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഞാൻ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന സ്പ്രെഡാണ് ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടാറുള്ളൂ. നമ്മളെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ചേഞ്ച് ചെയ്യേണ്ടതായിട്ടോ അതോ ഞാനിനി ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ജേർണലിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.